രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്താൻ ആലോചന. വിദേശത്തുള്ള യുവതിയെ ഇന്ത്യൻ എംബസിയിൽ എത്തിച്ച ശേഷമായിരിക്കും വീഡിയോ കോൺഫറൻസ്. ഇതിനായി അനുമതി തേടി SIT കോടതിയെ സമീപിക്കും. അതിനിടെ മാങ്കൂട്ടത്തിലിനെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തു. ഹോട്ടലിൽ മുറിയെടുത്തതായി രാഹുൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ഇപ്പോൾ അവിടെ നിന്നും. ഷാജഹാൻ, ഇന്ന് പുലർച്ചെയായിരുന്നു തെളിവെടുപ്പ് അല്ലേ? അതിനുശേഷം ഇപ്പോൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയാണ്. പരാതിക്കാരിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് കോടതിയുടെ അനുമതി തേടുക പോലെയുള്ള കാര്യങ്ങൾ. മറുഭാഗത്ത് തെളിവെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യൽ തുടരുന്നു. MLA ചോദ്യം ചെയ്യുന്നു എന്നാണോ വിവരം? തീർച്ചയായിട്ടും സ്ഥലത്ത് ഇപ്പോഴും പത്തനംതിട്ട AR ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്വേഷണ സംഘം അത് രാവിലെ മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. കാര്യം കൃത്യമായിട്ട് ഏതാണ്ട് 450-ലധികം വരുന്ന ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നത്. പല ചോദ്യങ്ങളോടും ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല. കാര്യം തനിക്ക് അറിവില്ല, മറന്നുപോയി, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ 3 ഫോണുകൾ ഇതിനോടകം തന്നെ SIT കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും പാസ്വേഡുകളും മറ്റും പറയാൻ ഇയാൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടു കൂടി ഇതിന്റെ മുഴുവൻ ഡാറ്റ എടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇന്ന് രാവിലെയാണ് തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ കൊണ്ടുവന്നത്. സ്വകാര്യ ഹോട്ടൽ കൊണ്ടുവന്ന് അദ്ദേഹം താമസിച്ച നാലാമത്തെ ഫ്ളാറ്റിലെ മുറിയിൽ കൊണ്ടുവന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മടങ്ങിപ്പോയി. ആ രജിസ്റ്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരടക്കം, പെൺകുട്ടിയോടൊപ്പം പേരടക്കമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം സമ്മതിക്കുകയും ചെയ്തു താനിവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അക്കാര്യം പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടി വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷവാനായിട്ട് ഒക്കെ കോടതിയിൽ കണ്ടുവെങ്കിലും ഇന്ന് ലേശം അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല. കാര്യം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയെടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ പങ്കുവച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷമാണോ എന്നറിയില്ല. ഇന്ന് പഴയതുപോലൊരു പ്രസരിപ്പൊന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടിട്ടില്ല. അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് തിരുവല്ലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടന്ന് ഇപ്പോൾ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. 16-നാണ് ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.